നമ്മളിന്ന് ആടിൻ്റെ പോട്ടി കൊണ്ട് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് പോട്ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അത് ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരു 5-6 വട്ടം വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചും കൂടി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. നമ്മൾ നന്നായിട്ട് അത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതൊരു കുക്കറിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇതിൽ തന്നെ വെള്ളം വന്നോളും. അപ്പം നമുക്ക് അതിലേക്ക് വന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് ഒരു 5-6 വിസിലടിക്കുന്നവരെ നമുക്ക് വേവിക്കാം. കാരണം പോട്ടി ആയതുകൊണ്ട് ഇതിന് അത്യാവശ്യം വേവുണ്ട്. അപ്പോൾ നമ്മളൊരു 5-6 വിസിലടിക്കണം, എങ്കിലാണ് നന്നായിട്ട് അത് വെന്ത് കിട്ടുള്ളൂ. നമ്മളിങ്ങനെ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും വേപ്പിലേക്കിട്ട് കുക്കറിൽ വെക്കാം. നമുക്കപ്പോൾ പോട്ടി ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇതിപ്പോൾ ഇവിടെ ഇരുന്ന് വേവട്ടെ, ഒരു 5-6 വിസിലടിക്കുന്നവരെ വേവിക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുക്കാം. അതിനായിട്ട് കുറച്ച് കുരുമുളക് നമുക്ക് ആദ്യം ചതച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 3-4-5-6 സെക്കൻഡ് നേരത്തേക്ക് വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റാം. അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി സവാള, ചെറുതായിട്ട് അരിഞ്ഞ സവാളയും കുറച്ച് ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഉള്ളിയും സവാളയും പച്ചമുളകും ഒക്കെ കൂടെ ചേർത്ത് ഇതിനി നന്നായിട്ടൊരു ഗോൾഡൻ കളർ വരുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ പോട്ടി വേവിച്ചപ്പോൾ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് കൂടി നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിച്ചത്, ഗരം മസാല, പിന്നെ മട്ടൺ മസാല അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഈ പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് വേവിക്കാൻ വെച്ചത്, പക്ഷേ ഇത്രയും വേവിച്ചിട്ടും വെള്ളം അതിൽ വന്നതുണ്ടോ. അപ്പോൾ അതാട് മൊത്തം നമുക്കിതിലൊഴിച്ച് അതൊന്ന് വറ്റിച്ച് എടുക്കാം. പിന്നെ നല്ല കുഴമ്പ് രൂപത്തിൽ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി യോജിപ്പിച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ. ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഒരു ചെറിയ ഫ്ലെയിമിലിരുന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം വെച്ച് ഇങ്ങനെ ഇളക്കി ഫ്രൈ ആക്കി എടുക്കാം നമുക്ക്. ശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.